ഇപ്പം എവിടെ നോക്കിയാലും ഊട്ടിയിലെ സ്നോഫാൾസ് വീഴുന്ന കാഴ്ചകൾ തന്നെ കാണാനുള്ളൂ. ഇതെല്ലാം കാണുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പോവാതിരിക്കുക? രാത്രി ചുരത്തിലൊരു കാട്ടുപോത്തും വണ്ടി ഓടിക്കാൻ പറ്റാത്ത അത്രയ്ക്കും കോടമഞ്ഞാണ്. നമ്മൾ നിന്നിടത്തു നിന്നും വിറച്ചു പോകുന്ന കൊടും തണുപ്പ്. ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും. ഇനി കാശ്മീരിലേക്കൊന്നും പോകണ്ട, കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്താനും പറ്റും. അപ്പൊ വിട്ടാലോ? വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ. കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്നുമാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ ബസ്സിനകത്തല്ല പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാലേ, ബസ്സിനകത്ത് പോകുന്ന സമയത്ത് ചിലപ്പം രാവിലെ നേരത്തെ നമുക്ക് ഊട്ടിയിൽ എത്താൻ പറ്റില്ല. രാവിലെ 6 മണി മുതൽ 7 മണി വരെയാണ് ഊട്ടിയിൽ ഇപ്പം സ്നോഫാൾ കാണാൻ പറ്റുക. ആ ഒരു സമയത്ത് നമ്മൾ അവിടെ എത്തിയില്ലെങ്കിൽ പോയിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പോകുന്നത് കാർ എടുത്തിട്ടാണ്. 11:30 ആവുന്ന സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഏകദേശം ഒരു 150 കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ ഉള്ളൂ. നമ്മളെന്തായാലും മുക്കവും അരീക്കോടും നിലമ്പൂരും കഴിഞ്ഞ് നമ്മളിതാ വഴിക്കടവിൽ എത്തിയിട്ടുണ്ട്. ബസ്സിനകത്ത് വരുന്ന സമയത്ത് ഇവിടെയാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്താറുള്ളത്. ഇവിടുന്ന് മുകളിലേക്ക് പോയാൽ നാടുകാണി ചുരം തുടങ്ങുകയാണ്. ശരിക്കും നാടുകാണി ചുരത്തിലൂടെയുള്ള യാത്ര അടിപൊളിയാണ്. പക്ഷേ പകൽ സമയത്താണ് ഈ ഒരു റൂട്ടിൽ നല്ല കാഴ്ചകൾ കാണാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു റൂട്ടിൽ രാത്രിയിൽ കാടിനുള്ളിലൂടെ പാസുള്ള കുറച്ച് ബസ്സുകളുണ്ട്. അതിനകത്ത് പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു നാടുകാണി ചുരത്തിൽ നിന്നും ആനയൊക്കെ കാണാൻ പറ്റിയിട്ടുമുണ്ട്. എന്തായാലും ആനയൊക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്തെ ഇതേപോലെ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. നിങ്ങൾ ഇതേപോലത്തെ യാത്രകളൊക്കെ ചെയ്യണം കേട്ടോ. രാത്രിയിൽ ഇതേപോലെ ഒരു റൈഡ് പോകാനൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിലേ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അത് ബൈക്കിലാണെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മളങ്ങനെ നാടുകാണി ചുരം കയറിയിട്ട് പോവാണ്. നമുക്ക് ഇവിടെ നിന്നും കേരള ബോർഡർ വരെ നല്ല അടിപൊളി റോഡാണ്. അവിടെ നിന്ന് അങ്ങോട്ട് റോഡ് കുറച്ച് മോശമായിരുന്നു. പക്ഷേ ഇപ്പം റോഡിൻ്റെ പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾ വരുവാണെങ്കിൽ നല്ല അടിപൊളി റൂട്ടിലൂടെ നിങ്ങൾക്ക് ഗൂഡല്ലൂർ വരെ എത്താൻ പറ്റും. നമ്മൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും സുഖമായിട്ട് ഊട്ടിയിലെത്തും. നമ്മൾ മെല്ലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ വരുന്ന സമയത്തും കുറച്ച് നേരത്തെ വരുന്നതാണ് നല്ലത്. ബസ്സിനകത്താണെങ്കിലും ഒക്കെ നേരത്തെ നിങ്ങൾ അവിടെ എത്തണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാലേ, ഞാൻ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബസ്സിനകത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഊട്ടിയിൽ പോയിട്ട് തലേ ദിവസം റൂം എടുത്തിട്ട് ഗൂഡല്ലൂരേക്കൊക്കെ വരുന്ന ബസ്സുകളുണ്ട്. അതിനകത്ത് കയറിയിട്ട് നമുക്ക് തലേക്കുന്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങാൻ പറ്റും. ആ ഒരു സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മസനഗുഡിയിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന ആളുകളൊക്കെ കല്ലട്ടി ചുരം കയറിയിട്ടാണ് ഊട്ടിയിലേക്ക് എത്താറുള്ളത്. അത് പോയി ചെല്ലുന്നത് തലേക്കുന്ത എന്ന് പറയുന്ന അങ്ങാടിയിലേക്കാണ്. അവിടെ തന്നെയാണ് ഇപ്പം സ്നോഫാളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. എന്തായാലും ഈ ഒരു സമയത്തായതുകൊണ്ട് തിരക്കൊക്കെ വളരെ കുറവായിരിക്കും. ഊട്ടിയിലേക്ക് നമുക്ക് ഏതൊരു സമയത്തും യാത്ര ചെയ്യാം. രാത്രിയോ പകലോ എന്ന് വേണ്ട, എപ്പം വേണമെങ്കിലും നമുക്ക് ഊട്ടിയിലേക്ക് യാത്ര ചെയ്യാം. ചില സമയങ്ങളിലൊക്കെ ഇ പാസിൻ്റെ ഒരു പ്രശ്നം വരാറുണ്ട്. ഈ ഒരു ട്രിപ്പിനകത്ത് നമ്മൾ ഇ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആരും ചോദിച്ചിട്ടില്ല. ഇ പാസ് എടുക്കാൻ സിമ്പിളാണ്. നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ചും പാസ് എടുക്കാൻ പറ്റും. ചില സമയങ്ങളിൽ KL വണ്ടി മാത്രം നോക്കിയിട്ട് അവിടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പ്ലാസ്റ്റിക് കവർ പോലും നമ്മൾ വെറുതെ എടുത്ത് വണ്ടിയിൽ വെക്കണ്ട. കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞതാ തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേ ഇവിടെയൊക്കെ റോഡിൻ്റെ കാര്യം പറ്റി അബദ്ധമായിരുന്നു. എന്തായാലും ഇപ്പം പണി നടക്കുന്നുണ്ട്. അങ്ങനെ നാടുകാണി ചുരം കയറി നമ്മളിതാ നാടുകാണിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏതൊരു വണ്ടി എടുത്തു വരുവാണെങ്കിലും ഇതേപോലെ ചെക്കിംഗ് ഉണ്ടാവും. പിന്നെ ചെക്കന്മാർ ഒരുമിച്ച് വരുന്ന സമയത്ത് ഇവരെന്തായാലും ചെക്ക് ചെയ്യും. നമ്മൾ ഫാമിലി ആയിട്ട് പോയതുകൊണ്ട് അവർ കാര്യമായിട്ടൊന്നും നോക്കിയിട്ടില്ല.
ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് വയനാട് ഭാഗത്തേക്ക് എത്താം. വയനാട് വഴിയും അതേപോലെ തന്നെ നമ്മൾ വന്ന നാടുകാണി ചുരം വഴിയും പിന്നെ അട്ടപ്പാടി ചുരം കയറിയിട്ട് മേട്ടുപ്പാളയവും കോത്തഗിരിയും കോടനാട് വ്യൂ പോയിന്റും ഒക്കെ കണ്ടുകൊണ്ടും നമുക്ക് ഊട്ടിയിലേക്ക് വരാൻ പറ്റും കേട്ടോ. നമ്മൾ ഊട്ടിയിലേക്ക് വരുന്ന ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും 4-5 വഴിയിലൂടെ നമുക്ക് ഊട്ടിയിലേക്ക് എത്താൻ പറ്റും. എല്ലാം നല്ല അടിപൊളി റൂട്ടിലൂടെയാണ് കേട്ടോ ഇങ്ങോട്ട് വരേണ്ടത്. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് നമ്മൾ ഗൂഡല്ലൂരേക്ക് ഇതാ എത്തുകയാണ്. ഈ ഒരു അങ്ങാടി എന്ന് പറഞ്ഞാൽ പകൽ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. ഇവിടുന്ന് മുകളിലേക്ക് ഊട്ടിയിലേക്ക് ചുരം പോലത്തെ റോഡാണ്. തിരിച്ചു വരുന്ന സമയത്ത് 1 മണിക്കൂറിന് മുകളിലാണ് നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. 50 കിലോമീറ്റർ ദൂരവും കൂടെ നമുക്കിനി യാത്ര ചെയ്യാനുണ്ട്. ലെഫ്റ്റിലേക്ക് പോയാലാണ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡും അതേപോലെ തന്നെ മുതുമലൈ ടൈഗർ റിസർവിലെ കാട്, അതിനുള്ളിലേക്കൊക്കെ പോകുന്നത് ആ റൂട്ടിലാണ്. പക്ഷേ 9 മണിക്ക് ശേഷം നമുക്ക് കാടിനുള്ളിലേക്കൊന്നും കയറാനാവില്ല. ഈ ഒരു വളവ് നിങ്ങൾ ഓർമ്മ വെച്ചോ. ഊട്ടിയിലേക്ക് വരുന്ന സമയത്തെ ഇവിടുന്ന് ഇതാ നേരെ കാണുന്ന ആ റോഡിന് പോയാലേ നമുക്ക് എല്ലമല എന്ന് പറയുന്നൊരു സ്ഥലത്തെത്താൻ പറ്റും. പക്ഷെ രാത്രിയിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. പകൽ സമയത്ത് പോയിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ ഇതുവരെ പോയിട്ടില്ല. നമുക്കവിടെ പോയിട്ട് വീഡിയോ ചെയ്യാനുള്ളതാണ്. ഈ ഒരു ഗൂഡല്ലൂർ എന്ന് പറയുന്ന സ്ഥലം പൊതുവെ തണുപ്പ് കൂടിയിട്ടുള്ള സ്ഥലമാണ്. ചില സമയങ്ങളിൽ ഇവിടെയും മൈനസിലേക്ക് വരാറുണ്ട്. നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടിലെ പകൽ സമയത്താണ് കൂടുതൽ കാഴ്ചകൾ കാണാനുള്ളത്. എങ്കിലും രാത്രിയിൽ നമ്മളെ ഇതേപോലെ ഊട്ടിയിലേക്കൊരു ട്രിപ്പ് പോകുന്നത് ആദ്യമായിട്ടാണ്. ഈ ഒരു സമയത്ത് വരുന്നതുകൊണ്ടേ ചിലപ്പം ആനയോ കാട്ടുപോത്തിനെയോ അങ്ങനെ മൃഗങ്ങളെ കാണാനുള്ള സാധ്യതയും ഉണ്ട്. അതേപോലെ തന്നെ ഈ റൂട്ടിലൊക്കെ പുലിയും ഉണ്ട്. ഇവിടെ എത്തുന്ന സമയത്താണ് ശരിക്കും നമ്മൾ ഊട്ടിയിലേക്ക് എത്താനായിട്ടുണ്ട് എന്ന് തോന്നുക. പക്ഷെ അത് വെറുതെ തോന്നുകയാണ്. ഇവിടുന്ന് മുകളിലേക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. പക്ഷേ ഇവിടുത്തെ കാഴ്ചകളെ നമ്മളെ എന്തായാലും ഇവിടെ പിടിച്ചിറക്കും. ഇവിടുന്നാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത്. എന്തായാലും ഗേറ്റിൻ്റെ മുൻപിൽ വരെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇവിടെ മൃഗങ്ങളൊക്കെ വരാറുണ്ടെന്ന്. പറഞ്ഞപ്പോഴേക്കും നമ്മുടെ തൊട്ട് മുൻപിലിതാ ഒരു കാട്ടുപോത്ത്. ഇവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്തായാലും ആളെ നല്ല സൈസ് ഉണ്ട്. ഊട്ടിയിലേക്കിപ്പം തിരക്കിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് ഇവൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. നമ്മൾ പോകുന്നതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തെ താഴെ ഭാഗത്തേക്കൊക്കെ കൃഷിപ്പാടങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ ഒരു സമയത്തായതുകൊണ്ട് അങ്ങനത്തെ കാഴ്ചകളൊന്നും ഇല്ല. ഇനി അങ്ങോട്ടേ ഇതേപോലെ കോടമഞ്ഞാണ്. ശരിക്കും മുൻപോട്ട് പോലും കാണാൻ പറ്റാത്ത അത്രയ്ക്കും കോടമഞ്ഞ് മുൻപിലേക്ക് വരുന്നുണ്ട്. ശരിക്കും വണ്ടി നിർത്തിയിടേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ആ ഒരു വീടിൻ്റെ മുകളിലൊക്കെ കോടമഞ്ഞ്. ശരിക്കും ഇവിടെയുള്ള ആളുകളൊക്കെ ഇപ്പം എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടാവും അല്ലേ? എന്തായാലും മുൻപോട്ട് ഇതേപോലെ തന്നെയാണ്. ദൂരക്കാഴ്ചയൊന്നുമില്ല. തൊട്ടടുത്ത കാഴ്ച കണ്ടിട്ട് റോഡിൻ്റെ മുകളിലെ ലൈനില്ലേ അത് നോക്കിയിട്ടാണ് പോകുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ തെളിഞ്ഞു കിടക്കും. താഴ്ന്ന പ്രദേശങ്ങളിലാണ് ഇതേപോലെ കോടമഞ്ഞ് മൂടിക്കിടക്കുന്നത്. ഇവിടെയാണ് പൈക്കര വാട്ടർഫാൾ. ഇതേപോലെ കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ എന്തായാലും നല്ലൊരു വൈബുണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല പോലെ തണുപ്പുണ്ട്. നിങ്ങൾ വരുന്ന സമയത്ത് ഈ റൂട്ടിൽ വരുവാണെങ്കിലേ ഊട്ടിയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒക്കെ വരുന്നത് നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടിലാണ്. ഇവിടെയാണ് ഷൂട്ടിംഗ് പോയിന്റ് വരുന്നത്. നമ്മൾ തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഇവിടെ കാലെടുത്ത് വെക്കാൻ പറ്റാത്ത അത്രയ്ക്കും ആളുകളായിരുന്നു. ഇപ്പം വെക്കേഷനും കൂടി ആയ സമയത്ത് ഇവിടെ നല്ല തിരക്ക് തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ടേ ചെടിയായാലും പുല്ലായാലും ഇവിടുത്തെ മരങ്ങൾ കാണാനും പ്രത്യേക ഭംഗിയുണ്ട്. വെളിച്ചമടിക്കുന്ന സമയത്ത് ഇലകളൊക്കെ വെളുത്ത നിറത്തിൽ കിടക്കുന്നത് ഈ ഒരു വീഡിയോനകത്ത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ടതാണ്.
ശരിക്കും ആ മരമൊക്കെ കാണുന്ന സമയത്തെ മൊത്തമായിട്ട് വെള്ള മൂടി നിൽക്കുകയായിരുന്നു. വീഡിയോനകത്ത് കുറച്ചു മാത്രമേ മനസ്സിലാവൂ. ഇതെല്ലാം നമ്മൾ നേരിട്ട് തന്നെ കാണണം. ഇതേപോലെ കോടമഞ്ഞിനുള്ളിലൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടേ വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഈ തണുത്ത കാറ്റും ആസ്വദിച്ചിട്ടേ ഇങ്ങനെ പോകണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു മൂഡ് വരിക. എന്തായാലും അവിടുന്നും പോന്നു. ഇവിടെയാണ് പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞ് കുറച്ച് താഴേക്ക് വരുമ്പോഴേക്കും തലൈക്കുന്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തും. ഇവിടുന്നൊക്കെയാണ് കാഴ്ചകൾ കാണാനുള്ളത്. എന്തായാലും ജസ്റ്റ് നമുക്ക് മുൻപോട്ടൊന്ന് പോയിട്ട് നോക്കാം. ഇവിടെ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നൊന്ന് അറിയണമല്ലോ. നമ്മളെപ്പോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവരാണ്. എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ഇന്നലെ രാത്രിയെ ഇവിടെ വണ്ടി കൊണ്ടുവന്നിട്ട് നിൽക്കുന്ന ആളുകളാണെന്ന്. അത്രത്തോളം ആളുകളെ ഇവിടെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇപ്പം ഇത്ര വണ്ടിയല്ലേ കാണുന്നുള്ളൂ. രാവിലെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ഒരു അവസ്ഥ. ഇപ്പം സമയം 4 മണിയായിട്ടേ ഉള്ളൂ. ആ ഒരു സമയത്താണ് ഇത്രത്തോളം വണ്ടികൾ ഇവിടെ. ഇതാണ് തലൈക്കുന്ത എന്ന് പറയുന്ന അങ്ങാടി. ആ ഒരു ബോർഡ് കണ്ടോ, അതിലെ ഒരു റോഡുണ്ട്. അതിൽ നമുക്ക് താഴെ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. നീലഗിരി രജിസ്ട്രേഷൻ വാഹനങ്ങൾക്കും അതേപോലെ തന്നെ ബസ്സുകൾക്കും മാത്രമേ ഇതിലെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇപ്പേ സമയം 4:10. നമ്മളൊരു 11:30 ആവുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പോകുന്നതാണ്. ഇപ്പം നമ്മളിതാ ഊട്ടിയിൽ തലൈക്കുന്ത എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. പുറത്തിറങ്ങിക്കോട്ടോ, അത്രയ്ക്കും തണുപ്പാണ്. അതേപോലെ തന്നെ ഈ ഒരു സമയത്തുള്ള കാഴ്ചയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 4 മണി കഴിഞ്ഞപ്പോഴേക്കും ആളുകളൊക്കെ പുറത്തിറങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടേ. കുറേ ആളുകളൊക്കെ ടോർച്ച് അടിച്ചൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ സൂര്യൻ ഉദിച്ചു വന്നാൽ മാത്രമാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് മതിയാവോളം ആസ്വദിക്കാൻ പറ്റുക. അഞ്ച് മണി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇതേപോലെ തിരക്കായിട്ടുണ്ട്. ആളുകളെ താഴെ ഭാഗത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഇപ്പം സമയം 6 മണിയായി. ഈ ഒരു സമയത്ത് ഇതാണ് ഇവിടുത്തെ കാഴ്ച. ആയിട്ടില്ല, ഇനിയും ആ ഒരു സൂര്യനെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ കാഴ്ചകൾ ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാനുണ്ട്. ഇപ്പോഴത്തെ തണുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്ക് നിന്നിടത്തുനിന്ന് വിറയ്ക്കാന്ന് പറയലില്ലേ, അത്രയ്ക്കും തണുപ്പാണ്. ഇങ്ങനെ കിട വിറയ്ക്കാണ്. മൈനസിലാണ് ഇപ്പം ഇവിടെ ഉള്ളത്. ഇത് കണ്ടോ, റോഡിൻ്റെ മുകളിലെ തിരക്ക്, വണ്ടികൾ വരെ പോകാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ജാക്കറ്റും ഗ്ലൗസും ഷൂവും ഒക്കെ ഇട്ട് വന്നാൽ മതി. വലിയ വമ്പത്തരം കാണിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിന്നാലേ ശരിക്കും പണി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 5:30-6 മണിയാകുമ്പോഴേക്കും ഇവിടെ മൊത്തമായിട്ട് ആളുകളായിരിക്കും. അപ്പോൾ ഇതാ ഇതേപോലെ അനൗൺസ്മെൻറ്റും ഉണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാലേ, ആളുകളെ ഓടിക്കുന്നത് അതെന്താന്ന് വെച്ചാലേ, ഈ താഴെ ഭാഗത്ത് വെള്ളം നിൽക്കുന്ന ഭാഗങ്ങൾ കണ്ടോ, അതൊക്കെ കാലങ്ങളായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ചവിട്ടിയാലേ താഴ്ന്നു പോവും. പിന്നെ നമുക്ക് കയറാനാവില്ല. ചവിട്ടുന്നതിനനുസരിച്ച് താഴ്ന്നു പോവുകയാണ് ചെയ്യുക. അങ്ങനെ പോയാൽ ജീവൻ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് താഴെ ഭാഗത്തേക്ക് പോകാതിരിക്കാനേ നമുക്ക് തോന്നൂല. പക്ഷേ അവിടേക്ക് പോയാൽ വലിയ അപകടങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ആളുകളോട് ഇവർ റോട്ടിൽ നിന്നുകൊണ്ട് കാഴ്ചകൾ കണ്ടാൽ മതി എന്ന് പറയുന്നത്. റീൽസിനകത്ത് ആരും ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെയുള്ള ആളുകളെയൊക്കെ ഓടിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടു. ശരിക്കും അതെല്ലാം തെറ്റാണ്. ഇവിടേക്ക് നിങ്ങൾ വരണം. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണണം. ഇപ്പം വരുവാണെങ്കിൽ താഴെ ഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ റോട്ടിൽ നിന്നുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇവിടുത്തെ മാക്സിമം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാ ആളുകളും താഴെ ഭാഗത്തേക്കാണ് ഓടിച്ചാടി ഇറങ്ങി പോകുന്നത്. മുകൾ ഭാഗത്തേക്കും നമുക്കിതാ ഇവിടേക്കൊക്കെ കയറിപ്പോകാൻ പറ്റും. പക്ഷേ അവർ വന്ന് ഓടിക്കും. അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എടുക്കണമെങ്കിലേ ആരും അറിയാതെ മെല്ലെ അങ്ങോട്ട് കയറിപ്പോയാലും പ്രശ്നമില്ല. ഒരുപാട് മുകളിലേക്ക് ഫോറസ്റ്റിനുള്ളിലേക്കൊന്നും പോകാൻ നിൽക്കണ്ട. ഇവിടെ വരുന്ന സമയത്ത് മഞ്ഞ് പുതച്ച ഈ ഒരു ഭംഗിയിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ വരുന്ന സമയത്തെ ഫോട്ടോ എടുക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും നമുക്ക് പറ്റില്ല.
ഇവിടുന്ന് എങ്ങനെങ്കിലും ഒന്ന് കഴിച്ചിലായാൽ മതി എന്നാണ് നമ്മൾ ആ ഒരു സമയത്ത് ചിന്തിക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെയും അവസ്ഥ. വിചാരിച്ച പോലെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ തണുപ്പേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്താണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്ന് സ്നോഫാൾ നിങ്ങളെ കാണിച്ചില്ല. ഇത് കണ്ടോ, നമ്മുടെ വണ്ടിയുടെ മുകളിലത്തെ അവസ്ഥയാണിത്. ഇതെല്ലാവരും ATM കാർഡൊക്കെ വെച്ച് ചുരണ്ടിയിട്ടാണ് കാണിക്കാറുള്ളത്. എൻ്റെ അടുത്ത് ATM കാർഡും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇവിടുത്തെ അവസ്ഥ ഇവിടെ വന്ന് കണ്ടാലും അനുഭവിച്ചാലും മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഈ ഒരു ട്രിപ്പ് വന്നിട്ടുള്ളത്. എന്തായാലും നല്ല തണുപ്പും വൈബും മതിയാവോളം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകളെ ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല. ഏറിയാൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നമുക്ക് ഇവിടുത്തെ വൈബും ആസ്വദിക്കാൻ പറ്റും. പഴയ ഭാഗത്തെ റോഡ് കണ്ടോ, മൊത്തമായിട്ട് ബ്ലോക്കാണ്. ആളുകൾ വന്ന് കാഴ്ചകൾ കണ്ട് പോകുന്ന തിരക്കാണ്. തിരുവനന്തപുരത്ത് നിന്നും രാവിലെ 5:25 ആവുന്ന സമയത്ത് ഊട്ടിയിലെത്തുന്നൊരു ബസ്സുണ്ട്. അതേപോലെ ഒരുവിധം എല്ലാ സ്ഥലത്തു നിന്നും ബസ്സുകളുണ്ട്. ബസ്സിനകത്ത് വരാനാണെങ്കിൽ നിങ്ങൾ ഏതൊരു സ്ഥലത്തായാലും KSRTCയുടെ ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് നോക്കിയാലേ ഇവിടെ ഏകദേശം എപ്പോഴാണ് എത്തുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ഇവർ നമ്മളെ ഓടിക്കുകയാണ്. ഇവരെ പറഞ്ഞിട്ട് കാര്യമല്ല. മുകളിലേക്ക് കയറുന്ന സമയത്ത് ചിലപ്പോൾ മൃഗങ്ങളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ പറയുന്ന ആളുകൾ തന്നെ ഡയലോഗ് മാറ്റി പറയും. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അവരെത്ര ഓടിച്ചാലും ഇവിടെ വരുന്ന സമയത്തെ നമ്മളറിയാതെ ഇവിടെ മുകളിലേക്കും നടന്നു പോകും. അത്രയ്ക്കും ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ഊട്ടിയിൽ ഇവിടെ മാത്രമല്ല ഇതേപോലത്തെ കാഴ്ചകളുള്ളത്. ഊട്ടിയിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇതേപോലത്തെ സ്നോഫാൾസേ നമുക്ക് കാണാനുണ്ട്. കോത്തഗിരിയും കോടനാടും കിന്നക്കൊരയിലും ഒക്കെ ഇതേപോലത്തെ കാഴ്ചകളുണ്ട്. ഊട്ടി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വെറുതെ പറയാറുണ്ട് അവിടുത്തെ തണുപ്പ് സഹിക്കാനാവില്ല എന്ന്. പക്ഷേ ഇപ്പോഴാണ് ശരിക്കും ഊട്ടിയായത്. പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്തെ കാലിൻ്റെ അടിഭാഗത്തും കൈയിൻ്റെ അടിഭാഗത്തും ഒക്കെ ചെറുതായിട്ട് വേദന വരുന്നുണ്ട്. എന്തായാലും റോട്ടിൽ നിന്നും കുറച്ച് മുകളിലേക്ക് കയറിയ സമയത്തെ ആളുകളൊന്നും എത്താത്ത കുറച്ച് ഏരിയകളുണ്ട്. അവിടുത്തെ കാഴ്ചയാണിത്. ഇതിലെയൊക്കെ വെറുതെ ഒന്ന് നടന്നു നോക്കിയതാണ്. ഇവിടുത്തെ ചെടികളും പുല്ലും മരങ്ങളും ഒക്കെ കണ്ടോ. നമ്മൾ ശരിക്കും ഫോട്ടോയും വീഡിയോസും ഒക്കെ ഗ്രേഡ് ചെയ്ത് എടുക്കാറില്ലേ? അതായത് മരങ്ങളൊക്കെ മറ്റ് കളറിനകത്തേക്ക് മാറ്റിയിട്ട് ആക്കാറില്ലേ? ഇതൊന്നുമല്ല. ഞാൻ എടുത്ത വീഡിയോ അതേപോലെയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം സൂര്യൻ ഉദിച്ച് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. ഈ വെയിലിന് അത്യാവശ്യം ചൂടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇപ്പോഴത്തെ തണുപ്പിനടുത്തേക്ക് ഒന്നുമല്ല. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ സമയം കഴിയുമ്പോഴേക്കും നല്ല ചൂട് വെയിലായിരിക്കും. ആ ഒരു സമയത്തൊന്നും ഇങ്ങോട്ട് വരാനേ നോക്കണ്ട. ശരിക്കും വെറുത്തു പോവും. ഈ ഒരു സമയത്താണ് കാഴ്ച. നമ്മൾ ഈ ഒരു വൈബും ഇവിടുത്തെ കാഴ്ചകളും കണ്ട് അത്യാവശ്യം വേണ്ട ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ പോവും. ഇവിടുത്തെ ആളുകൾ എല്ലാ ദിവസവും ഇത് അനുഭവിക്കല്ലേ. ആ റോട്ടിൻ്റെ മുകളിൽ കാണുന്ന വണ്ടികളിൽ ഒരു 80% വണ്ടിയും നമ്മുടെ കേരളത്തിലുള്ളതാണ്. മഞ്ഞുവീഴ്ച ഉള്ള സ്ഥലങ്ങളിലെ ഇലകളും ചെടികളും ഒക്കെ ഇതേപോലെ കരിഞ്ഞു പോവും. താഴെ ഭാഗത്തേക്ക് ചെറിയൊരു ലേക്ക് ഉണ്ട്. നിങ്ങൾ ചിലപ്പം വീഡിയോനകത്തോ കണ്ടിട്ടുണ്ടാവും. ഒരു പാലത്തിൻ്റെ മുകളിലൂടെ നടന്നു പോകുന്നൊരു സ്ഥലമല്ലേ, അത് അവിടെയാണ്. താഴെ ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. റോട്ടിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാം. അതൊന്ന് പോയി നോക്കാം. എന്തായാലും ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക് ഇതാണ് കാഴ്ച. അവിടെയൊക്കെ വെള്ളമാണ്. പക്ഷെ അതെല്ലാം മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ആ ഒരു പാലം കണ്ടോ, അതിൻ്റെ മുകളിലൂടെയൊക്കെ ആളുകൾ പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ പോയിട്ടൊരു ഫോട്ടോ എടുക്കണോ എന്ന് മാത്രമേ ചിന്ത ഉണ്ടാവും. പക്ഷേ താഴെ ഭാഗത്ത് കിടക്കുന്ന അപകടം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു ലേക്ക് വർഷങ്ങളായിട്ട് ഇതേപോലെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. അവിടെ എത്രത്തോളം ആഴമുണ്ടെന്ന് പോലും ഇവിടുത്തുകാർക്ക് വരെ ചിലപ്പം അറിയണ്ടാവില്ല. എന്തായാലും 4 മണിയാവുന്ന സമയത്ത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 5-5:30 ആകുമ്പോഴേക്കും ഇവിടുത്തെ കാഴ്ചയും ഭംഗിയും ഒക്കെ ആസ്വദിക്കാനും പറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ പരമാവധി കാഴ്ച ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാലേ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ ഒരു സമയത്താണ് ശരിക്കും ഊട്ടിയിലേക്ക് വരേണ്ടത്. ഈ ഒരു ഡിസംബർ മാസവും ജനുവരിയും ഒക്കെ ഭംഗിയുള്ള കാഴ്ചകൾ മാത്രമാണ് ഇവിടെ കാണാനുള്ളത്.
ഊട്ടി എന്ന് പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ തണുത്ത് വിറയ്ക്കാറില്ലേ, അതേപോലെ കിട്ടാ വിറയ്ക്കണമെങ്കിലേ ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് വരണം. ഒന്നും നോക്കണ്ട, അടുത്ത ട്രിപ്പ് നിങ്ങൾ ഊട്ടിയിലേക്ക് പ്ലാൻ ചെയ്തോ. ഇനി നമ്മൾ പോകുന്നത് ഊട്ടിയിലെ അവലാഞ്ചി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടത്തേക്ക് അധികം ആരും പോയിട്ടില്ല. അവിടുത്തെ കാഴ്ചകളും കണ്ടുകൊണ്ട് നമ്മൾ രാത്രിയിൽ തന്നെ തിരിച്ചു പോകും. 24 മണിക്കൂർ കൊണ്ടേ നമ്മൾ ഊട്ടിയിൽ പോയിട്ട് ഇന്ന് വരെ കാണാത്ത കാഴ്ചയും തണുപ്പും പിന്നെ അവലാഞ്ചി എന്ന് പറയുന്ന സ്ഥലവും കണ്ടുകൊണ്ടാണ് പോന്നിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾക്കും വരാൻ പറ്റും. അവലാഞ്ചി എന്ന സ്ഥലത്തിൻ്റെ വീഡിയോ അടുത്തതാണ് കേട്ടോ വരിക. അപ്പം അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതോടൊപ്പം അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. അപ്പം ഓക്കെ, ബൈ.